മുഖ്യമന്ത്രി വി ഡി സതീശൻ, നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ, കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വത്തിനും ശേഷം വിരാമമായിരിക്കുന്നു. പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. ദില്ലിയിൽ AICC വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. And many other leaders from the state, including MPs, former PCC presidents, have also been consulted. Based on all these discussions, it has been decided Shri V.D. Satishan be appointed as the leader of the CLP. അത്യന്തം നാടകീയമായ നിരവധി സംഭവവികാസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. റിയാസ് വിവരങ്ങൾ നൽകുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ 11ാം നാൾ അത്യന്തം നാടകീയമായ സംഭവങ്ങൾക്ക് ശേഷമാണ് കേരള മുഖ്യമന്ത്രി ആരെന്നത് ഹൈക്കമാൻഡ് നേതൃത്വം പ്രഖ്യാപിക്കുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഡൽഹിയിൽ വെച്ച് വി ഡി സതീശന്റെ പേര് കേരളത്തിന്റെ 13ാമത്തെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നിയുക്ത മുഖ്യമന്ത്രിയായി കഴിഞ്ഞ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 102 MLA-മാരുടെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച UDF-ന് ഒരു നാഥൻ കൈവന്നിരിക്കുന്നു. UDF-ന്റെ പാർലമെന്ററി പാർട്ടി ലീഡറായി വി ഡി സതീശനെ ഹൈക്കമാൻഡ് നിശ്ചയിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ സ്വാഭാവികമായും ഗവർണറെ കാണുക എന്ന രീതിയിലേക്കായിരിക്കും ഈ നിയുക്ത മുഖ്യമന്ത്രി പോവുക. ഇന്ന് വൈകിട്ട് തന്നെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കാണും എന്നുള്ള സൂചനകളാണ് വരുന്നത്. തിങ്കളാഴ്ചയാണ് പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാവുക. അതിൽ ഘടകകക്ഷി മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പുതിയ മന്ത്രിമാർ ഇതോടൊപ്പം മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുമോ, അതല്ല ഘടകകക്ഷി മന്ത്രിമാർ മാത്രമായിരിക്കുമോ സത്യപ്രതിജ്ഞ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അല്പം കഴിഞ്ഞ് ചേരുന്ന കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ, പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളും. അതിനുശേഷം ഇനി കോൺഗ്രസ് വളരെ പൊടുന്നനെ തന്നെ മന്ത്രിമാർ ആരൊക്കെയായിരിക്കുമെന്ന തീരുമാനത്തിലേക്ക് പോകും. അതിനിടെ ഘടകകക്ഷി മന്ത്രിമാരുടെ തീരുമാനവും ഏകദേശം അവരുടെ ഘടകകക്ഷികൾ ആരായിരിക്കണം മന്ത്രി എന്നത് സംബന്ധിച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. അത് എത്ര മന്ത്രിസ്ഥാനം ഘടകകക്ഷികൾക്ക് നൽകണമെന്നത് സംബന്ധിച്ചൊക്കെ ഇന്നത്തെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിക്കും. ആ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കും. ഹൈക്കമാൻഡിന്റെ കൂടി അനുമതി വാങ്ങിയതിനു ശേഷം അത് ഘടകകക്ഷികളെ കൂടി അറിയിച്ചതിന് ശേഷമായിരിക്കും ഈ തിങ്കളാഴ്ച മുഖ്യമന്ത്രിക്കൊപ്പം ആരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക. വളരെ ഒരു നാടകീയമായ ഒരു 11 ദിനങ്ങളാണ് കേരളക്കരയിൽ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം കടന്നുപോയത്. UDF-ന്റെ ഒരു വലിയ തരംഗം കണ്ട തെരഞ്ഞെടുപ്പിൽ 102 MLA-മാർ വിജയിച്ച തെരഞ്ഞെടുപ്പിൽ പല ഇടതുകോട്ടകളും അട്ടിമറിഞ്ഞു പോയ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം പിന്നീട് കണ്ടത് 3 നേതാക്കൾ, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നേതാക്കൾ, AICC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കഴിഞ്ഞ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ എന്നിവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരുന്ന ഒരു കാഴ്ച കണ്ടു. അതിൽ ഈ നിയമസഭാ സാമാജികരിൽ ഭൂരിഭാഗത്തിന്റെയും പിന്തുണ ഉറപ്പാക്കാൻ KC വേണുഗോപാലിന് സാധിച്ചു. പക്ഷേ ഘടകകക്ഷികളും ഒപ്പം തന്നെ ജനങ്ങളും ഭൂരിഭാഗവും ആവശ്യപ്പെട്ടത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്നൊരു നിലപാടായിരുന്നു. അത് ഹൈക്കമാൻഡിനെ പുനർവിചിന്തനത്തിന് ഇടയാക്കി. അതിനിടെ ആദ്യം തുടക്കത്തിൽ ഹൈക്കമാൻഡ് ധരിച്ചിരുന്നത് ഈ ഒരു വി ഡി സതീശന് അനുകൂലമായ പ്രകടനങ്ങൾക്ക് പിന്നിൽ അല്ലെങ്കിൽ പ്രചരണങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും നേതാക്കളുടെ പ്രേരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് പൂർണ്ണമായും അതില്ല, അത് ജനങ്ങളുടെ സ്വാഭാവികമായ ഒരു പ്രതികരണമായിരുന്നു എന്ന് തെളിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. പ്രധാനമായും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ VM സുധീരൻ, AK ആന്റണി, ഒപ്പം തന്നെ K മുരളീധരൻ തുടങ്ങിയ നേതാക്കളുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഹൈക്കമാൻഡിന് അത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് ബോധ്യമായത്. അതോടുകൂടി ഹൈക്കമാൻഡ്, പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുടെ നിലപാടും ഇതിൽ നിർണായകമായി. കേരളത്തിൽ AK ആന്റണിയുടെ നിലപാടും ഇതിൽ നിർണായകമായി തന്നെ എടുത്തു പറയണം. AK ആന്റണി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, K മുരളീധരൻ തുടങ്ങിയ മുൻ KPCC അധ്യക്ഷന്മാരായിട്ടുള്ള നേതാക്കളുടെ നിലപാടുകൾ കേരളത്തിൽ നിർണായകമാകുന്നതിൽ വന്നു. ഒപ്പം തന്നെ UDF-ന്റെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് ജനവികാരം മാനിച്ചുള്ള തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നും ഉണ്ടായില്ലെങ്കിൽ നിലപാട് കടുപ്പിക്കുമെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുകയും ചെയ്തു. ഇതോടുകൂടി ഹൈക്കമാൻഡിന് മാറി ചിന്തിക്കേണ്ടി വന്നു. സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയെ വിളിച്ച് കൂടുതൽ വിശദമായ ചർച്ചകൾ നടത്തി
നടത്താൻ ആവശ്യം ഉന്നയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അടക്കമുള്ളവർ കേരളത്തിലെ മറ്റു നേതാക്കളെ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരടക്കമുള്ളവരെ, ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളെയൊക്കെ വിളിച്ച് ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത്. അവരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഡൽഹിയിലേക്ക് എത്താൻ പറ്റാതിരുന്ന ആരോഗ്യ പ്രശ്നം നേരിടുന്ന UDF കൺവീനർ അടൂർ പ്രകാശ് അടക്കമുള്ളവരെ ഫോണിൽ വിളിച്ച് അവരുടെ അഭിപ്രായം ആരാഞ്ഞു. അതിൽ മുസ്ലിം ലീഗ്, ഒപ്പം തന്നെ മറ്റ് ഘടകകക്ഷികൾ എന്നിവരുടെ നേതാക്കളെ എല്ലാം തന്നെ മല്ലികാർജുൻ ഖാർഗെ നേരിട്ട് ഫോണിൽ വിളിച്ച് അഭിപ്രായം ആരാഞ്ഞു. ആ അഭിപ്രായം വിശദമായി പഠിച്ചു. അങ്ങനെ ജനഹിതത്തിന് അനുസരിച്ചുള്ള ഒരു തീരുമാനം ഇന്ന് 12 മണിയോടുകൂടി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രഖ്യാപിച്ചു. VD സതീശൻ, വടശ്ശേരി ദാമോദരൻ സതീശൻ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പതിനൊന്ന് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ തീരുമാനം വരുമ്പോഴും KPCCയിൽ തലവേദന ഒഴിയുന്നില്ല. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ കടുത്ത അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സീനിയോറിറ്റി പരിഗണിച്ചില്ല എന്നാണ് ചെന്നിത്തലയുടെ പരാതി. തീരുമാനത്തിലെ വിയോജിപ്പ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിച്ചതായാണ് വിവരം. അച്ചടക്കം പാലിച്ചിട്ടും ഹൈക്കമാൻഡ് അവഗണിച്ചുവെന്നാണ് ചെന്നിത്തല പറയുന്നത്. ഇന്ന് നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ ചെന്നിത്തല പങ്കെടുക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. മന്ത്രിസഭയിൽ ചേരാനില്ല എന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട്. MLA-മാരുടെയും MP-മാരുടെയും അഭിപ്രായം തേടാനെത്തിയ AICC നിരീക്ഷകർ പക്ഷപാതപരമായാണ് പെരുമാറിയത് എന്ന് രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ വിമർശനം ഉയർത്തിയിരുന്നു. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP വ്യക്തമാക്കി. ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിന് 102 അംഗ ഭൂരിപക്ഷം എന്നത് കോൺഗ്രസിന്റെ സമകാലീന ചരിത്രത്തിൽ ഇല്ലാത്ത ഒന്നാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പമുള്ള UDF സർക്കാർ കേരളത്തിലുണ്ടാകുമെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. ഹൈക്കമാൻഡ് ഇന്ന് തീരുമാനിച്ചു. ആ തീരുമാനം ശിരസ വഹിക്കുന്നു. ആ തീരുമാനം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാനാണ് ഞാൻ. എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാറുണ്ട്, ത്രിവർണ്ണ പതാക പുതപ്പിച്ച് മരിക്കണം എന്നാണ് ആഗ്രഹം. അത് തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു. അതിനകത്ത് ഗവൺമെന്റ് എല്ലാവിധ പിന്തുണയും കൊടുക്കും. അത് മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ സഹായങ്ങളും എന്റെ ഭാഗത്തുണ്ടാവും. അപ്പം എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടായിരിക്കും തീരുമാനമെടുത്തിട്ടുണ്ടാവുക. സംഘത്തിന് പല പാരാമീറ്റേഴ്സും ഉണ്ടാവും. ആ തീരുമാനം എടുക്കുന്നതനുസരിച്ച് അവർ ആ തീരുമാനം പാർട്ടിയാണ് എനിക്കല്ല. പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഇമേജ് ഒന്നും ഞാൻ ശ്രദ്ധിക്കാറുമില്ല, പോകാറില്ല. ജനങ്ങളും പാർട്ടിയോടൊപ്പം നിൽക്കാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ അങ്ങനെ സൈബർ ഇടങ്ങളിലൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം. ഞാൻ ഇന്ന് തുടങ്ങിയതാണ് രാഷ്ട്രീയം. ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള UDFന്റെ ലീഡർഷിപ്പിന്റെ അല്ല കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ തീരുമാനമാണ്. ജനങ്ങൾ ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്വമാണ് എന്നാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചത്. പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ, രക്ഷിക്കാൻ നല്ലൊരു ടീം ഉണ്ടാക്കും. എല്ലാവരെയും പൂർണ്ണമായ വിശ്വാസത്തിലെടുക്കുകയാണ് എന്നും VD സതീശൻ പറഞ്ഞു. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. വ്യക്തിപരമായി കിട്ടിയ ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. അതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ വലിയ വിജയത്തിന് ഞങ്ങളെ സഹായിച്ചത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് AICC ആണ്. ആ AICCയുടെ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്.
ഓരോ ദിവസവും ഓരോ കാര്യവും ഞങ്ങളോട് ചോദിച്ച് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ പിന്തുണ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായിരുന്ന നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന KPCC പ്രസിഡന്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല, എന്റെ നേതാവ് കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല, എന്റെ പ്രിയങ്കരനായ നേതാവ് കൂടിയാണ് ശ്രീ KC വേണുഗോപാൽ. പത്ത് ദിവസത്തെ അനിശ്ചിതത്വങ്ങൾക്കും വലിയ സമ്മർദ്ദങ്ങൾക്കും യുദ്ധത്തിന് സമാനമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്കും ശേഷം KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും അതിജീവിച്ചുകൊണ്ട് നിയുക്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി VD സതീശൻ എത്തിച്ചേർന്നിരിക്കുന്ന ഈ നിമിഷം ഒരുപക്ഷെ മുഖ്യമന്ത്രി എന്നുള്ള വാക്കിൻ്റെ ഒപ്പം പിണറായി വിജയൻ എന്ന വാക്ക് ഉപയോഗിച്ച് ശീലിച്ച മാധ്യമപ്രവർത്തകരുടെ നാവിൻ്റെ തുമ്പിൽ അല്പ ദിവസങ്ങൾ കൂടി വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വാക്ക് നാവിൻ്റെ തുമ്പിൽ വരാൻ സാധ്യതയുണ്ട്. അത് മാറിക്കിട്ടണമെങ്കിൽ കുറച്ചുകൂടി സമയമെടുക്കും. എന്തായാലും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത് പ്രധാനമായിട്ടും AICCയിലെ പ്രവർത്തനത്തെ പുകഴ്ത്തിക്കൊണ്ടും ഒപ്പം തന്നെ തൻ്റെ ഈ 11 ദിവസത്തെ എതിരാളികളായ രമേശ് ചെന്നിത്തലയെയും KC വേണുഗോപാലിനെയും നന്ദി അറിയിച്ചുകൊണ്ടും അവരെ അഭിനന്ദിച്ചുകൊണ്ടുമാണ് AICCയുടെ പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലുടനീളം രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ KC വേണുഗോപാലും തന്നെ ഏതൊക്കെ രീതിയിൽ സഹായിച്ചു ഈ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ എന്നുള്ള കാര്യം VD സതീശൻ സൂചിപ്പിക്കുകയുണ്ടായി. ദൈവനിയോഗമായിട്ടാണ് തനിക്ക് ഈ സ്ഥാനലബ്ധി ലഭിച്ചത് എന്ന് VD സതീശൻ സൂചിപ്പിക്കുകയുണ്ടായി. ഒപ്പം ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നിലപാട് എന്ന് പറയുന്നത് KC വേണുഗോപാലിനോട് ഡൽഹിയിൽ തുടരാൻ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ സേവനം അവിടെ തന്നെയാണ് വേണ്ടത്. ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് KC വേണുഗോപാലിനോട് ഹൈക്കമാൻഡ് സൂചിപ്പിച്ചിരിക്കുന്നത് ഡൽഹിയിൽ തുടരാനാണ്. അതേസമയം രമേശ് ചെന്നിത്തല വലിയ രീതിയിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിൽ അത് പ്രതിഫലിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ നടന്നതിന് ശേഷം പുതിയ മന്ത്രിമാരെ നിയോഗിക്കുന്ന വേളയിൽ രമേശ് ചെന്നിത്തല അതിൽ മന്ത്രിയായിട്ടുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെങ്കിലും അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. അച്ചടക്കത്തോടുകൂടി ഈ കാര്യങ്ങളൊക്കെ താൻ നേരിട്ടിട്ട് പോലും തനിക്ക് ഉചിതമായ ഒരു നേതൃപദവിയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ, മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ തന്നെ ഹൈക്കമാൻഡ് പരിഗണിക്കാത്തതിനുള്ള വലിയ അതൃപ്തി രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയുണ്ടായി. ആ അതൃപ്തി ഏതൊക്കെ ദിവസങ്ങളിൽ ഇനിയുള്ള നാളുകളിൽ പരിഗണിക്കപ്പെടുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ തന്നെയും ടീം UDF എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിച്ച് വിജയിച്ച് നേടിയ ഈ വിജയത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ടീം UDF എന്നുള്ള നിലയ്ക്ക് തന്നെയായിരിക്കും പ്രവർത്തിക്കുക. ആ രീതിയിലുള്ളൊരു ടീമിനെ പടുത്തുയർത്തിക്കൊണ്ടായിരിക്കും തൻ്റെ മുന്നോട്ട് പോക്ക് എന്ന് VD സതീശൻ സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും കേരളത്തിൻ്റെ പുതിയ ക്യാപ്റ്റനായിട്ടാണ് VD സതീശൻ ഇപ്പോൾ അവരോധിക്കപ്പെട്ടിരിക്കുന്നത്. ദിവസങ്ങൾ നീണ്ടു നിന്ന് അനിശ്ചിതത്വമുണ്ടായിരുന്നു, നാടകീയമായ ചർച്ചകളുണ്ടായിരുന്നു, വടംവലികളുണ്ടായിരുന്നു, അധികാര വടംവലികളുണ്ടായിരുന്നു. അതെല്ലാം അവസാനം വരുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായിട്ട് VD സതീശനെ പ്രഖ്യാപിച്ചത്. ഉച്ചയ്ക്ക് 12 മണിക്ക് AICCയുടെ ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദീപാദാസ് മുൻഷിയാണ് ആ പ്രഖ്യാപനം നടത്തിയത്. MLA-മാരിൽ ഭൂരിപക്ഷം പേരുടെയും പിന്തുണ KC വേണുഗോപാലിനായിരുന്നുവെങ്കിലും സംസ്ഥാനത്തെ ഒരു പൊതുവികാരം എന്താണ്, ആ പൊതുവികാരവും ഒപ്പം തന്നെ ഘടകകക്ഷികളുടെയൊക്കെ അഭിപ്രായങ്ങളുമെല്ലാം അത് ഒപ്പം 3 മുൻ KPCC പ്രസിഡന്റുമാരുടെ ഉറച്ച നിലപാട് ഇതെല്ലാം ഹൈക്കമാൻഡിനെ സതീശനിലേക്ക് എത്തിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറുകയുണ്ടായി. അങ്ങനെയാണ് MLA-മാരുടെ അംഗബലത്തിൽ മുന്നിലായിട്ട് പോലും ജനവികാരവും ഉജ്ജ്വലമായിട്ടുള്ള വിജയം സമ്മാനിച്ച നായകൻ എന്നുള്ള പരിവേഷവും എല്ലാം KC-യെയും അതേപോലെ രമേശ് ചെന്നിത്തലയെയും തള്ളിക്കൊണ്ട് VD സതീശൻ എന്ന പേരിലേക്ക് എത്തിക്കാൻ ഹൈക്കമാൻഡിനെ പ്രേരിപ്പിച്ചത്. 10 വർഷത്തെ പിണറായി സർക്കാരിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഓർക്കുക 102 സീറ്റുമായിട്ട് അധികാരത്തിലേറിയ UDF കഴിഞ്ഞ 10 ദിവസമായിട്ട് മുഖ്യമന്ത്രി പദത്തിൽ ചുറ്റിത്തിരിയുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ളൊരു വലിയ മല്ലയുദ്ധം പോലെയുള്ളൊരു ത്രില്ലർ പോരാട്ടത്തിനാണ് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചത്. മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒരുപോലെ അവകാശവാദം ഉന്നയിച്ചതോടുകൂടി പാർട്ടിക്കുള്ളിലെ മത്സരം തെരുവിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് വരെ വന്നു. നേതാക്കളെ പിന്തുണച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ഫ്ലക്സ് ബോർഡുകളും മറ്റും സ്ഥാപിക്കുകയും പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും അരങ്ങേറുന്ന കാഴ്ചകളുമൊക്കെ ഉണ്ടായി. സാമൂഹ്യ മാധ്യമങ്ങളിലും അതിൻ്റെ വലിയ രീതിയിലുള്ള അലയൊലികൾ നിറയുകയും
ഉണ്ടായി. അങ്ങനെ 10 ദിവസമായിട്ട് തുടർന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കാണ് ഇതോടുകൂടി വിരാമമായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള തീരുമാനം ഹൈക്കമാൻഡിനെ വിട്ടുകൊടുത്ത് പ്രമേയം പാസാക്കി പിരിയുകയായിരുന്നു. തുടർന്ന് AICCയുടെ നിരീക്ഷകരായിട്ടുള്ള അജയ് മാക്കനും അതുപോലെ തന്നെ മുകുൾ വാസ്നിക്കും MLA-മാരുമായിട്ട് പ്രത്യേകം കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിരുന്നു. ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായങ്ങൾ തേടുകയുണ്ടായി. അതിൻ്റെ എല്ലാം ഇടയിൽ മുകുൾ വാസ്നിക്കിൻ്റെ കൈവശമുള്ള ഒരു രേഖ ചോർന്നതും അത് KC വേണുഗോപാലിന് അനുകൂലമായിട്ടുള്ള പട്ടികയാണ് എന്നുള്ള സൂചനകളുമൊക്കെ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. നിരീക്ഷകരുടെ റിപ്പോർട്ട് ലഭിച്ചതിൻ്റെ തൊട്ട് പിറകെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെയൊക്കെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്ന കാര്യം ഓർമ്മിക്കുക. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി ഇവരുമൊക്കെയായിട്ട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ടുള്ള അന്തിമമായിട്ടുള്ള തീരുമാനമായത്. ഇതിൽ VD സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് അവരെടുത്തത് ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ വിജയത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോയ നേതാവ് എന്നുള്ള കാര്യം പ്രത്യേകം പരിഗണനാർഹമായിട്ടുള്ള ഒന്നാണ് എന്ന് സൂചിപ്പിക്കപ്പെടുന്നു. കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഉച്ചയ്ക്ക് 12 മണിക്ക് ഡൽഹിയിൽ വാർത്താസമ്മേളനം വിളിച്ചാണ് ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് ജനവികാരത്തിനാണ് ഏറ്റവും അധികം പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത്. AICCയും അങ്ങനെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. പട നയിച്ചവൻ നയിക്കട്ടെ, ഇനി CM VD എന്ന് പറയേണ്ടി വരും. അങ്ങനെ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും എടുത്ത് പോരാടിയ പടനായകൻ തന്നെ ഇനി അങ്ങോട്ട് കേരളത്തെ നയിക്കാൻ പോകുന്ന കാഴ്ചയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 10-ാം ദിനം അങ്ങനെ ആ പ്രഖ്യാപനം എത്തിയിരിക്കുന്നു. VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയെയും KC വേണുഗോപാലിനെയും മറികടന്നുകൊണ്ട് VD സതീശൻ എന്നുള്ള ഒറ്റ പേരിലേക്ക് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം എത്തിയിരിക്കുന്നു. MLA-മാരുടെ ഭൂരിപക്ഷവും ഗ്രൂപ്പ് സമവാക്യങ്ങളുമെല്ലാം സീനിയോറിറ്റി പരിഗണനകൾക്കുമെല്ലാം അപ്പുറം പൊതുവികാരം അതിന് പ്രാധാന്യം നൽകിയിരിക്കുന്നു. ആ പൊതുവികാരം VDക്കാണ് എന്നും അത് കാണാതിരിക്കാൻ കഴിയില്ല എന്നുമാണ് AICCയുടെ ഈ തീരുമാനം അടിവരയിട്ടുകൊണ്ട് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇനി നയിക്കാൻ VDS തന്നെ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ മാത്രമല്ല തെരുവിൽ വരെ എത്തിയ മുഖ്യമന്ത്രി പോരിനൊടുവിലാണ് VD സതീശൻ്റെ പേര് AICCയുടെ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ ദിവസങ്ങളോളം നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് ഈ തീരുമാനം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. MLA-മാരുടെ വലിയ പിന്തുണ KCക്ക് ഉണ്ടെങ്കിൽ പോലും അത് മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വലിയ വിലയിരുത്തലിലാണ് നേതൃത്വം എത്തിയത്. ഘടകകക്ഷികളുടെ അഭിപ്രായവും പൊതുവെയുള്ള ജനവികാരവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തീരുമാനം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസ് മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ എത്തുന്നു. VD സതീശന് ലഭിച്ച അംഗീകാരം കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ള യാഥാർത്ഥ്യം നേതൃത്വത്തിൻ്റെ കണ്ണു തുറപ്പിച്ചു എന്ന് വേണം ഒരുപക്ഷെ നമ്മൾക്ക് മനസ്സിലാക്കാൻ. കാരണം ഓർക്കുക, കഴിഞ്ഞ 5 വർഷം VD സതീശൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് UDF-നുണ്ടായ ഈ വൻ വിജയം. വിവാദങ്ങൾ പ്രതിപക്ഷത്തിന് നേരെയും ഉയർന്നു എങ്കിൽ പോലും ശക്തമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ VD സതീശന് സാധിച്ചു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഈ സ്ഥാനലബ്ധിയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നത്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട്. ഇതിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം സംബന്ധിച്ചിട്ട് വളരെ കൗതുകകരമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. 62-ാമത്തെ വയസ്സിലേക്ക് കടക്കാൻ പോവുകയാണ് VD സതീശൻ. EMS നമ്പൂതിരിപ്പാട് 1957 മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് 48 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 48-ാമത്തെ വയസ്സിലാണ് EMS മുഖ്യമന്ത്രിയായത്. R ശങ്കർ മുഖ്യമന്ത്രിയായപ്പോൾ 53 വയസ്സായിരുന്നു. C അച്യുതമേനോൻ 1969 മുഖ്യമന്ത്രിയാവുമ്പോൾ 56 വയസ്സ്. K കരുണാകരൻ 59-ാമത്തെ വയസ്സിലാണ് മുഖ്യമന്ത്രിയാവുന്നത്. CH മുഹമ്മദ് കോയ 52-ാമത്തെ വയസ്സിൽ. EK നായനാർ 61-ാമത്തെ വയസ്സിൽ. ഉമ്മൻചാണ്ടി 61-ാമത്തെ വയസ്സിൽ. അവരെക്കാളും ഉയർന്ന പ്രായത്തിലാണ് 62 തികയാൻ ഏതാനും ദിവസങ്ങൾ മാത്രമുള്ള VD സതീശൻ അധികാരത്തിലേക്ക് എത്താൻ പോകുന്നത്. നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചിരിക്കുന്ന അതൃപ്തി ഒരു ഭാഗത്തുണ്ട്. പക്ഷേ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലായിരിക്കും തൻ്റെ ഭരണം എന്ന് കൃത്യമായും വ്യക്തമാക്കിയിരിക്കുകയാണ് VD സതീശൻ. ഇനി എങ്ങനെയായിരിക്കും അതിൻ്റെ മുന്നോട്ട് പോക്കുകൾ? D. ബിനോയ്. നിലവിലെ സാഹചര്യത്തിൽ 102 MLA-മാരുടെ ഭൂരിപക്ഷം ഇപ്പോൾ UDF സർക്കാരിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അവർ ഒറ്റക്കെട്ടായി നീങ്ങിക്കഴിഞ്ഞാൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ സഭയ്ക്കകത്ത് വലിയ തരത്തിലുള്ള വിയോജിപ്പുകളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട നിലയിൽ കോൺഗ്രസ്
പുതിയൊരു സ്ലേറ്റിൽ നിന്നാണ് എഴുതി തുടങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ കുറേ രീതികളിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള ചില കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തികമായ ഒരു പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽപ്പുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കേന്ദ്രവിഹിതം എത്ര കണ്ട് വെട്ടിക്കുറയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയം. അതിനെല്ലാം ഉപരിയായി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട ചില പദ്ധതികൾ നടപ്പിലാക്കുന്നതോടുകൂടി മാത്രമാണ് ഈ സർക്കാരിന് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏറെ നാളായി സർക്കാർ ജീവനക്കാരും ഉദ്യോഗസ്ഥരുമൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ശമ്പള പരിഷ്കരണം. ആ ശമ്പള പരിഷ്കരണം കൃത്യമായി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ കമ്മീഷൻ ചുമതലപ്പെടുത്തി കഴിയുമ്പോൾ അത് പൂർണ്ണതോതിൽ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ ഏകദേശം 2500 കോടിയോളം രൂപയുടെ അധിക ബാധ്യത സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലേക്ക് വരും. ഒപ്പം തന്നെ നമ്മളീ പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇദ്ദേഹം വി ഡി സതീശൻ നയിച്ച യാത്രയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ വലിയ തരത്തിലുള്ള ഒരു സർക്കാരിന് എതിരെയുള്ള, അതായത് LDF സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDF അധികാരത്തിലേക്ക് വരുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന പ്രഖ്യാപനങ്ങളുണ്ട്. ആ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ അതിന് മുന്നൊരുക്കങ്ങൾ അനിവാര്യമാണ്. പ്രത്യേകിച്ചും ഷീ ബസ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, വിദ്യാർത്ഥിനികൾക്കുള്ള ധനസഹായം, ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ചികിത്സാ ഇൻഷുറൻസ് പദ്ധതി, ഇങ്ങനെ തുടങ്ങുന്ന ബഹുമുഖങ്ങളായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവയൊക്കെ നടപ്പിലാക്കുക എന്നുള്ളതാണ് UDF സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. ഇത് നടപ്പിലാക്കുന്നത് കൂടി തന്നെ സർക്കാരിന് ഒരു പരിധിവരെ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതികൾ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ സർക്കാരിന് അനിവാര്യമായ തരത്തിൽ ഫണ്ട് വേണം. ആ തുക കണ്ടെത്തുക എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുളവാക്കും. പ്രത്യേകിച്ചും കേന്ദ്രവിഹിതം ഓരോ പ്രാവശ്യവും അനുവദിക്കുന്നത് അത് പല രീതിയിൽ പല കണക്കുകൾ പറഞ്ഞുകൊണ്ട് വെട്ടിക്കുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് കേന്ദ്രം അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നതിനിടയിലാണ് കേന്ദ്രത്തിന് ഒട്ടും താല്പര്യമില്ലാത്ത കോൺഗ്രസ് മുൻതൂക്കമുള്ള കോൺഗ്രസ് നയിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ധർണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും അല്ലെങ്കിൽ മന്ത്രിസഭയുടെ നിലയ്ക്കും UDFനും ഒക്കെയുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. അത് എത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരു വലിയ പിൻബലം ഉണ്ട്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതിന് വേണ്ടി ഒരു വലിയ ശക്തി തന്നെ ഉണ്ട് എന്നുള്ളത്. അത് അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. IT-യുടെ കാര്യത്തിലായാലും സാംസ്കാരികപരമായാലും ഈ തൊഴിലാളി മേഖലയിൽ നിന്നുള്ളതായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്നായാലും ഒക്കെ തന്നെ അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രമുഖരായ ചില ആളുകളെ അദ്ദേഹം ഈ ഒരു വർഷത്തിനിടയ്ക്ക് അദ്ദേഹത്തിനൊപ്പം ചേർത്ത് നിർത്താൻ കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പല വിധത്തിലുള്ള ചർച്ചകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് വിദ്യാഭ്യാസത്തിൻ്റെ നവീകരണം. അതായിരുന്നു ഒന്ന് വി ഡി സതീശൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാരണം. അതായത് തൊഴിലിലൂന്നിയ വിദേശ പഠനങ്ങൾ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് വിദേശത്ത് കൂടി തൊഴിൽ തരുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രീതിയെ മാറ്റണം എന്നുള്ളതാണ് വി ഡി സതീശൻ വിഭാവനം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസത്തിലെ കാതലായൊരു മാറ്റം. അപ്പോൾ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള വികസനങ്ങൾ മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ കടമ്പ എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമാണ്. അപ്പോൾ ആ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കേണ്ടതിനുള്ള ഒരു സഹായം നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ആ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ എത്ര കണ്ട് സംസ്ഥാന സർക്കാരിന് സഹായകരമാകും എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചിന്താ വിഷയമായി മാറപ്പെടാൻ പോകുന്നു. എന്തായാലും പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന്, സാധാരണ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള പിന്തുണ, ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നുള്ള സഹായം, ഇതൊക്കെ വി ഡി സതീശന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ ഭീഷണി മറ്റൊരു സ്ഥലത്തു നിന്നും ഉണ്ടാകില്ല. കാരണം ഇനി ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ ചുവടുവയ്പ്പുകളും സശ്രദ്ധം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. കാരണം ഏറ്റവും വലിയ പ്രശ്നം സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ നിലവിൽ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയും ഒപ്പം തന്നെ കഴിഞ്ഞ സർക്കാർ തുടങ്ങി വെച്ച പല വികസന പ്രവർത്തനങ്ങളുടെയും തുടർച്ചയായ വികസന പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും വലിയ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലായി നടക്കുന്നുണ്ട്. അതൊക്കെ പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായ ഒരു പ്രശ്നം, ആ പ്രതിസന്ധി തരണം ചെയ്യുന്നതായിരിക്കും സർക്കാർ നേരിടാൻ പോകുന്ന ആദ്യ പ്രതിസന്ധി. പക്ഷേ അതൊക്കെ വളരെ വേഗത്തിൽ ക്രിയാത്മകമായി മുന്നോട്ട് നയിച്ചു
കഴിഞ്ഞാൽ നേരിടാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം വി.ഡി. സതീശനുണ്ട്. ആ വിശ്വാസത്തിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്നതെന്നാണ് അദ്ദേഹം നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സൂചന, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇനി ഈ അവസാനം വരുന്ന വാർത്തകൾ 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്ത് പോയേ മതിയാവുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞത് ഡൽഹിയിൽ തുടരണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചതും. കാരണം ഇനി വരുന്ന സമയങ്ങളിലൊക്കെ തന്നെ പാർലമെൻറ്റിലെ ഒരു അംഗം എന്ന നിലയ്ക്ക് KC വേണുഗോപാൽ ഒപ്പം വേണം എന്നുള്ളത് കോൺഗ്രസിൻ്റെ അനിവാര്യമായൊരു ഘടകമാണ്. അതിനെല്ലാം ഉപരിയായി KC വേണുഗോപാൽ ഇവിടെ ഒരു മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പും, രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിയമസഭാ സാമാജികത്വം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പും. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും UDFന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനുള്ള കനത്ത പരാജയമായി മാറപ്പെടും. ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി കൃത്യമായും വി.ഡി. സതീശന് മുന്നിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി അദ്ദേഹം ഈ ഒരു നടപടിയിലേക്ക് നീങ്ങിയതും ഇത് തന്നെ നടപ്പിലാക്കാൻ രാഹുൽ ഗാന്ധി കൃത്യമായും KC വേണുഗോപാലിനെ പറഞ്ഞു മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പിന്മാറ്റം. എന്തായാലും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ചില രാഷ്ട്രീയ നാടകങ്ങൾ ഒന്നും തന്നെ സംഭവിക്കാതെ കൃത്യമായും വി.ഡി. സതീശനിലേക്ക് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. അതിൽ വലിയ താല്പര്യം ജനങ്ങൾക്കുണ്ട്, ഘടകകക്ഷികൾക്കുണ്ട്, അതിനെല്ലാം ഉപരിയായി അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകൾക്കുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 5 ദിവസമായി സംസ്ഥാനത്തിറങ്ങുന്ന എല്ലാ ദിനപത്രങ്ങളിലും പ്രധാനപ്പെട്ട ഒരു ചർച്ച തന്നെ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളതായിരുന്നു. അതിനുമപ്പുറം കുറച്ചുകൂടി ചിന്തിക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ആ ദിനപത്രങ്ങളിലൂടെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പ്രതിഷേധങ്ങൾക്കും ഒപ്പം തന്നെ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്കുൾപ്പെടെ ആരോപണങ്ങൾക്കും എല്ലാം തന്നെ മറുപടി എന്ന് വേണമെങ്കിൽ വി.ഡി. സതീശൻ്റെ മുഖ്യമന്ത്രി പദത്തെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന് കൃത്യമായി കേരളത്തിൽ നയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഘടകകക്ഷികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലീഗ് അദ്ദേഹത്തിന് ടീം UDF എന്ന് വി.ഡി. സതീശൻ പറയുന്ന വാക്ക്. അതേപോലെ തന്നെ അവരും തിരിച്ചു പറയുന്നു ടീം UDF ആയിരിക്കും ഇനി കേരളം ഭരിക്കുക. ടീം UDFൻ്റെ എല്ലാ പിന്തുണയും മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് വി.ഡി. സതീശൻ ഉണ്ടാകുമെന്നും അവർ പറയുന്നു. അങ്ങനെ ഒരു കൂട്ടായ ഭരണത്തിലൂടെ വി.ഡി. സതീശനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ ഘടകകക്ഷികളുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ മുതൽ തന്നെ ഘടകകക്ഷികൾ ഒന്നടങ്കം വി.ഡി. സതീശന് അനുകൂലമായി ഉള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. കാരണം വി.ഡി. സതീശൻ അധികാരത്തിൽ വരണം, മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത് ലീഗ് തന്നെയായിരുന്നു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം വി.ഡി. സതീശനെ മുൻനിർത്തി ഒരു പട നയിക്കണമെന്ന് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടിൽ ആദ്യാവസാനം അവർ ഉറച്ചു നിന്നു. പലപ്പോഴും പലതരത്തിലുള്ള ചർച്ചകളും ഒപ്പം തന്നെ വി.ഡി. സതീശന് പകരം മറ്റൊരാളെന്ന തരത്തിൽ ലീഗുമായിട്ടൊക്കെ പല ആവർത്തി ചർച്ച നടത്തിയെങ്കിൽ തന്നെയും അവർ അത് പിന്മാറാൻ തയ്യാറായില്ല. അവർ ലീഗ് ഒറ്റക്കെട്ടായി ഉറച്ചു നിന്ന് വി.ഡി. സതീശന് പിന്നിലായിരുന്നു. അതുതന്നെയായിരുന്നു ജോസഫ് ഗ്രൂപ്പിൻ്റെ പിന്തുണ വളരെ രസകരമായ തരത്തിലായിരുന്നു. സംസ്ഥാനത്തെ MLA ആയിരിക്കണം, അല്ലെങ്കിൽ നിലവിൽ ജയിച്ചു വന്ന MLA ആയിരിക്കണം മുഖ്യമന്ത്രിയാകേണ്ടതെന്ന് വളരെ കൃത്യമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു സമർത്ഥിച്ചു വെച്ചു. അതിൻ്റെ അർത്ഥം വി.ഡി. സതീശൻ എന്ന് തന്നെയായിരുന്നു അതിലും ഉൾക്കൊണ്ടത്. അപ്പോൾ അടുത്തത് RSPയിലേക്ക് എത്തിയപ്പോൾ ജനവിധി മാനിക്കണം, അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം മാനിക്കണം എന്ന് RSPയും പറഞ്ഞു വെച്ചു. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 ഘടകകക്ഷികളും ഒറ്റക്കെട്ടായി വി.ഡി. സതീശന് പിന്നിൽ ഉറച്ചു നിന്നത് അദ്ദേഹത്തിന് വലിയ തലത്തിലുള്ള ഒരു പിന്തുണയായി മാറി. പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളിൽ ഒരു നിർണായക ശക്തിയായി മാറിയത് ഈ ഘടകകക്ഷികൾ എടുത്ത ഈ തീരുമാനങ്ങൾ തന്നെയെന്ന് നമുക്ക് പറയാൻ കഴിയും. MS. വി.ഡി. സതീശനെ സംബന്ധിച്ചിട്ട് ഇന്നത്തെ ദിവസം ആഹ്ലാദകരമാണ്. ആഹ്ലാദ പ്രകടനങ്ങൾക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് കടക്കേണ്ടി വരും. അത് ഒന്ന്, അടുത്ത ഈ പറയുന്ന നിയമസഭാ കക്ഷി യോഗം ചേരുക, അതിനുശേഷം മന്ത്രിമാർ ആരൊക്കെയെന്ന് തീരുമാനിക്കുക, അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. അതിലേക്ക് നമുക്ക് വരാം. ഡി ബിനോയിലേക്ക് നമുക്ക് തിരികെ എത്തേണ്ടതുണ്ട് ഇടവേളയ്ക്ക് ശേഷം. 10 ദിവസം നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷം 11-ാം ദിവസം ഹൈക്കമാൻഡ്
മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. വി.ഡി. സതീശൻ കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, ഒന്നൊന്നായി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ടീം UDF-നെ വീണ്ടും ബലപ്പെടുത്തിക്കൊണ്ടും പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടും വലിയൊരു ടീമിനെ ഉണ്ടാക്കിക്കൊണ്ട് നടത്താൻ പോകുന്നു എന്നുള്ള കാര്യമാണ് സൂചിപ്പിച്ചത്. റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ് KM, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കാനിരിക്കുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന് നമുക്ക് പറയാൻ കൃത്യമായിട്ടും ഇപ്പോൾ തന്നെ ഒരു സതീശ യുഗത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വി.ഡി. സതീശൻ നയിക്കാൻ പോകുന്ന ഒരു കേരളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കേരളമാണ് എന്ന് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി വി.ഡി. സതീശനെ സംബന്ധിച്ചിട്ട് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം നൽകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകാൻ പോകുന്ന ഒരു പ്രസ്താവനയായിരിക്കും. ഒരുപക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും പുതിയ മുഖ്യമന്ത്രിമാർ അധികാരമേറ്റതിന് ശേഷം പ്രധാനമായിട്ടും പറയുക, സ്ഥാനമൊഴിഞ്ഞു പോയ ആ ഭരണകൂടം ബാക്കിയാക്കി പോയിരിക്കുന്നത് ഒരു കാലിയായ ഖജനാവാണ് എന്നായിരിക്കും. അതേപോലെ ഒരുപക്ഷേ കൃത്യമായിട്ട് പറയാനുള്ള സാധ്യതയുണ്ട്. വി.ഡി. സതീശനെ സംബന്ധിച്ചിട്ട് ഖജനാവ് കാലിയാക്കിയിട്ടാണ് പോയിട്ടുള്ളത് പിണറായി സർക്കാർ എന്ന് പറഞ്ഞേക്കാം. ഒപ്പം ധവളപത്രം പുറപ്പെടുവിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തേക്കാം. അതൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കടമ്പ, ആരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാവും, മന്ത്രിസഭാംഗങ്ങൾ ആരൊക്കെ ആയിരിക്കും, അവരുടെ വകുപ്പുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷേ ഈ 10 ദിവസം നീണ്ട ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കില്ല എന്നുള്ളൊരു ഘട്ടം എത്തുന്ന സമയത്ത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്ഥാനലബ്ധികൾ അവർ ഉറപ്പിച്ചിട്ടുണ്ടാവുമോ? തന്നെ പിന്തുണച്ച MLA-മാർക്ക് ഇന്ന പദവികൾ വേണമെന്ന് KC വേണുഗോപാൽ സൂചിപ്പിച്ചിട്ടുണ്ടാവുമോ? രമേശ് ചെന്നിത്തല ഈ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ തൻ്റെ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റെന്തെങ്കിലും നിബന്ധനകൾ വെച്ചിട്ടുണ്ടാവുമോ? ആ നിബന്ധനകളെല്ലാം മന്ത്രിസഭാ രൂപീകരണത്തിൽ ബാധിക്കപ്പെടുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അടുത്ത ഘട്ടമായിട്ട് വരുന്നുണ്ട്. റിയാസ് KM. തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി ഒഴിഞ്ഞു എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ വ്യാഖ്യാനിക്കാമെങ്കിലും ഇനി അതിനേക്കാൾ വലിയ പ്രതിസന്ധികളുടെ നാളുകൾ കോൺഗ്രസിന് മുൻപിലേക്ക് കടന്നു വരികയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിലേക്ക് കടന്നു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി മന്ത്രിമാരെ നിശ്ചയിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് 11 മന്ത്രിമാരാണെങ്കിൽ അങ്ങനെ, കാരണം അത് മുഖ്യമന്ത്രി ഉൾപ്പെടെ 11 മന്ത്രിമാർ എന്ന് പറയുമ്പോൾ ഇനിയുള്ള മന്ത്രിമാർ ആരൊക്കെ ആയിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ തന്നെ മത്സരിച്ച KPCC വർക്കിംഗ് അധ്യക്ഷന്മാർ അവര് മന്ത്രിമാരാകും എന്നുള്ള തരത്തിൽ വരുന്നു. ഒപ്പം തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആണ് ഏറ്റവും പ്രധാനമായും മന്ത്രിസ്ഥാനം ഉറപ്പിച്ച ഒരാൾ എന്ന് പറയുന്നത്. രമേശ് ചെന്നിത്തല ഇന്നത്തെ ഒരു വൈകാരികതയിൽ ഹൈക്കമാൻഡിനെ വിളിച്ച് താൻ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ, താക്കോൽ സ്ഥാനം തന്നെ, സുകുമാരൻ നായരുടെ ഭാഷയിൽ പറഞ്ഞാൽ താക്കോൽ സ്ഥാനം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തവണയും നൽകും എന്നുള്ള ഒരു സാഹചര്യം ായിരിക്കും ഉണ്ടാകുക. ഒരുപക്ഷെ ആഭ്യന്തര മന്ത്രിയായി രമേശ് ചെന്നിത്തല വരാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. മറ്റൊന്ന്, മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ ഇത്തവണ ഉണ്ടാകുമോ, തിരുവഞ്ചൂർ സ്പീക്കർ ആകും എന്ന തരത്തിലൊക്കെ കോൺഗ്രസിൽ ചർച്ചകൾ പോകുന്നുണ്ട്. തിരുവഞ്ചൂർ സ്പീക്കർ ആയില്ലെങ്കിൽ റവന്യൂ വകുപ്പ് പോലൊരു പ്രധാനപ്പെട്ട വകുപ്പ് തിരുവഞ്ചൂരിന് നൽകാനുള്ള സാധ്യതയാണ് ഒരു വിലയിരുത്തപ്പെടുന്നത്. അതൊന്നും അന്തിമമായ വിലയിരുത്തലല്ല, പ്രാഥമികമായ ഒരു ചർച്ചകൾ മാത്രമാണുള്ളത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ തന്നെ ധനകാര്യം കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയാണ്. മറ്റ് ഘടകകക്ഷി മന്ത്രിമാരാണ്. ഘടകകക്ഷി മന്ത്രിമാരിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരായിരിക്കും ഉണ്ടാവുക. അതിൽ തന്നെ 4 മന്ത്രിമാരെ ഏകദേശം മുസ്ലിം ലീഗ് തത്വത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, കഴിഞ്ഞ നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിൽ തന്നെ വ്യവസായ വകുപ്പോ അല്ലെങ്കിൽ ലീഗ് ഇനി ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടില്ല എന്നുള്ളതാണ് ലീഗ് വൃത്തങ്ങൾ നൽകുന്ന ഒരു സൂചന. കാരണം ഈ മറ്റ് സാമുദായിക പരമായിട്ടുള്ള നേതാക്കൾക്ക് ഭരണത്തെ കീറിമുറിക്കാനുള്ള ഒരു സാഹചര്യം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് ലീഗ് നേതൃത്വം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായി തന്നെ വരാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. മറ്റൊന്ന് KM ഷാജിയാണ്, വേങ്ങരയിൽ നിന്നുള്ള MLA, കോഴിക്കോട് ഇപ്പോൾ താമസിക്കുന്ന വയനാടുകാരനായിട്ടുള്ള KM ഷാജി വരുമ്പോൾ 3 ജില്ലകളുടെ പ്രാതിനിധ്യം ഒരു മന്ത്രിയിൽ തന്നെ ഉറപ്പാക്കാൻ ലീഗ് നേതൃത്വത്തിന് സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ KM ഷാജി അവർ പരിഗണിക്കും. മറ്റൊന്ന് PK ബഷീറാണ്. PK ബഷീർ ലീഗിന്റെ സീനിയർ ആയിട്ടുള്ള MLA ആണ്. ഇത്തവണ അദ്ദേഹത്തെ ടേം വ്യവസ്ഥയൊക്കെ മറികടന്ന് മത്സരിപ്പിച്ചത് തന്നെ മന്ത്രിയാക്കി
മന്ത്രിയാക്കാനാണ് എന്നുള്ളത് വ്യക്തമാണ്. മറ്റൊന്ന്, മണ്ണാർക്കാട് MLA ആയിട്ടുള്ള N ഷംസുദ്ദീനിലൂടെ മലപ്പുറത്തിന് പുറത്ത് ലീഗിന്റെ ഒരു മന്ത്രിതല പ്രാതിനിധ്യം കഴിഞ്ഞ മന്ത്രിസഭയിലൊക്കെ UDF സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടിരുന്നത് VK ഇബ്രാഹിം കുഞ്ഞിനെ മന്ത്രിയാക്കിയത് നമ്മൾ കണ്ടതാണ്. അതിനപ്പുറത്തേക്ക് അഞ്ചാം മന്ത്രി എന്ന രീതിയിൽ വരാൻ സാധ്യതയുള്ളത് ഒരുപക്ഷെ കോഴിക്കോട് നിന്നോ കാസർഗോഡ് നിന്നോ ഉള്ള MLA മാരായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ പാറക്കൽ അബ്ദുള്ള അല്ലെങ്കിൽ MA റസാഖ് മാസ്റ്റർ കോഴിക്കോട് നിന്നുള്ള 2 MLA മാരിൽ ആരെങ്കിലും ഒരാളാവാം. അതല്ലെങ്കിൽ AK മഷറഫ് എന്ന മഞ്ചേശ്വരം MLA. കാരണം മഞ്ചേശ്വരത്ത് തുടർച്ചയായി BJP എതിരിട്ട് അവിടെ വലിയ വിജയം നേടിയ AK മഷറഫിനെ നേരത്തെ ഷിരൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽപ്പെട്ട ആളല്ല അർജുൻ, അദ്ദേഹത്തിന്റെ മണ്ഡലം നിൽക്കുന്ന പ്രദേശമല്ല ഷിരൂർ, എന്നിട്ട് കൂടി അദ്ദേഹത്തിന് ഭാഷകൾ കൈകാര്യം ചെയ്യാം, പല ഭാഷകൾ കന്നഡയും തുളുവും ഒക്കെ ഒരുപോലെ കൈകാര്യം മലയാളവും ഒക്കെ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അറിയുന്നയാൾ എന്ന രീതിയിൽ AK മഷറഫിനോട് അവിടെ പോകാൻ ആവശ്യപ്പെടുകയും അങ്ങനെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആ ഒരു നിർദ്ദേശം ഏറ്റെടുത്തുകൊണ്ട് AK മഷറഫ് ഈ അർജുന്റെ തിരച്ചിലിന് വേണ്ടി ഒരു മലയാളികളുടെ ഒരു കണക്ഷനായി അവിടെ ഉണ്ടായിരുന്നു. അതിനുള്ളൊരു സമ്മാനമായി മന്ത്രിസ്ഥാനം കൊടുത്തേക്കുമെന്നുള്ള സൂചനയുണ്ട്. അതിനപ്പുറത്ത് ലീഗിന് മന്ത്രിസ്ഥാനത്തിന് പുറമെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വരികയാണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കായിരിക്കും AK മഷറഫിനെ പരിഗണിക്കുക എന്ന സൂചന വരുന്നു. ഒപ്പം തന്നെ ജോസഫ് വിഭാഗത്തിൽ നിന്ന്, കേരള കോൺഗ്രസ് വിഭാഗത്തിൽ നിന്ന് അബു ജോൺ ജോസഫ് മന്ത്രിയാകുമെന്ന് കേൾക്കുന്നു. മോൻസ് ജോസഫ് മന്ത്രിയാകും. 2 മന്ത്രിസ്ഥാനമാണ് പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്. ഇനി അതല്ല, ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പ് സ്ഥാനവുമാണെങ്കിൽ മോൻസ് ജോസഫ് മന്ത്രിയാവുകയും അബു ജോൺ ജോസഫ് ഒരുപക്ഷെ ചീഫ് വിപ്പ് ആയി, സർക്കാരിന്റെ ചീഫ് വിപ്പായി മാറാനുള്ള, ക്യാബിനറ്റ് റാങ്കിൽ വരാനുള്ള ഒരു സാധ്യതയാണ് കണക്കാക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു തലവേദന എന്ന് പറയുന്നത് കോൺഗ്രസിന് 11 മന്ത്രിമാരെ നിശ്ചയിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെ ഈ KC വേണുഗോപാലിനെ അനുനയിപ്പിച്ചതിന്റെ ഒരു സൂചനകളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇന്ന് 2.5 മണിക്കൂറാണ് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇരുന്ന് KC വേണുഗോപാലിനെ പല കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയത്. അതിൽ ഇനിയിപ്പോൾ AICCയുടെ സമ്മേളനം വരാനിരിക്കുകയാണ്. AICCയുടെ നിലവിലെ അധ്യക്ഷന്റെ ഉൾപ്പെടെയുള്ള കാലാവധി കഴിഞ്ഞ് പുതിയ ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. മല്ലികാർജുൻ ഖാർഗെ നിലവിൽ തന്നെ പ്രായാധിക്യമുള്ളൊരു നേതാവാണ്. അദ്ദേഹം വീണ്ടും വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇനിയിപ്പോൾ AICCയുടെ ഒരു സമ്മേളനം വരുമ്പോൾ നിലവിലെ പദവിക്ക് മുകളിലുള്ള ഒരു പദവി, അത് AICC നയിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർക്ക് ശേഷം AICCയുടെ അധ്യക്ഷനാവുന്ന ആദ്യ മലയാളി KC വേണുഗോപാൽ മാറും. അല്ലെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒരു മലയാളി AICC അധ്യക്ഷനാവുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ചേറ്റൂർ ശങ്കരൻ നായർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിലാണ് AICCയുടെ അധ്യക്ഷനായിരുന്നത്. കുറച്ച് കാലം മാത്രമേ അദ്ദേഹം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പൂർണ്ണമായൊരു മലയാളി എന്ന് നമുക്ക് ചേറ്റൂർ ശങ്കരൻ നായരെ പറയാൻ പറ്റുമോ എന്നറിയില്ല. അതിനപ്പുറത്തേക്ക് KC വേണുഗോപാൽ AICC അധ്യക്ഷനായി വരാനുള്ള ഒരു സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല. അത് ഒരു വാഗ്ദാനം മാത്രമായി നിലനിൽക്കുമോ എന്നുള്ളത് കോൺഗ്രസിന്റെ മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിലനിൽക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ടാണ് KC വേണുഗോപാൽ പറഞ്ഞ ഒരു വാക്ക് നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടത്. താൻ പൂർണ്ണ സംതൃപ്തനാണ്, പാർട്ടി എന്ത് തീരുമാനിക്കുന്നോ അതോടൊപ്പം ഉണ്ടാവും, മരിച്ചു കിടക്കുമ്പോൾ ത്രിവർണ്ണ പതാക പുതപ്പിച്ച് കിടക്കണം എന്നുള്ളതാണ് തന്റെ ഏറ്റവും പരമോന്നതമായ ലക്ഷ്യം. താൻ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നയാളാണ്. എന്നാൽ തന്റെ സ്വന്തം സംസ്ഥാനമായതുകൊണ്ടാണ് കേരളത്തിൽ താൻ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതെ മാറി നിൽക്കുന്നത് എന്ന് പറഞ്ഞ KC ചിരിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു പദവി തനിക്ക് വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. നിലവിൽ അദ്ദേഹം പാർലമെന്റ് പബ്ലിക്കിന്റെ PSC ചെയർമാനാണ്. പാർലമെന്റിന്റെ ക്യാബിനറ്റ് പദവിയുള്ള ഒരു പോസ്റ്റാണ് PSC എന്ന് പറയുന്നത്. PSCയുടെ ചെയർമാനാണ് അദ്ദേഹം. ഈ പുതിയ വർഷത്തെ കൂടി അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ AICC നേതൃത്വം അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പദവികളിലേക്ക് അദ്ദേഹം വരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇനി രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ഇങ്ങനെ മന്ത്രിസഭയിലേക്കില്ല, താൻ LOPക്കില്ല, അതായത് ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിന് താൻ ഇന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങി നേരെ ഗുരുവായൂരിലേക്കാണ് പോയത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതല്ല, അദ്ദേഹം ഒരുപക്ഷെ നിയമസഭാ കക്ഷി യോഗത്തിന് എത്തുമോ എന്നുള്ളതെല്ലാം തന്നെ കണ്ടറിയേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ തന്റെ കൂടെ തന്നെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് കൂടുതൽ മന്ത്രിസ്ഥാനം വേണമെന്നൊരു അവകാശവാദം രമേശ് ചെന്നിത്തല ഉന്നയിക്കാനുള്ള സാഹചര്യമുണ്ട്. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കും കൂടുതൽ മന്ത്രിസ്ഥാനം ഈ മന്ത്രിസഭയിൽ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. VD സതീശനെ പിന്തുണയ്ക്കുന്നവരെക്കാൾ കൂടുതൽ മന്ത്രിമാർ KC വിഭാഗത്തിനും രമേശ് ചെന്നിത്തല വിഭാഗത്തിനും ലഭിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി വരുന്ന തലവേദനകളിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് മന്ത്രിമാരെ നിശ്ചയിക്കുക, നിർണ്ണയിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 5 ജില്ലകളിലെ DCC അധ്യക്ഷന്മാർ ഇപ്പോൾ MLA മാരാണ്. ആ 5 ജില്ലകളിൽ പുതിയ DCC അധ്യക്ഷന്മാരെ കണ്ടെത്തേണ്ടതുണ്ട്. KPCC പ്രസിഡന്റിനെ, അതായത് സണ്ണി ജോസഫ് മന്ത്രിസ്ഥാനത്തേക്ക് വരുമ്പോൾ KPCC
KPCC അധ്യക്ഷനാകാൻ ഇപ്പോൾ തന്നെ പിടിവലി നടന്നു കഴിഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ് നേരിട്ട് കണ്ട് ഖാർഗെയെ കണ്ട് തന്റെ ക്ലെയിം ഉന്നയിച്ചു കഴിഞ്ഞു. ദളിത് വിഭാഗത്തിലെ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ തനിക്ക് തന്റെ സംസ്ഥാനത്തെ ഒരു പാർട്ടിയെ നയിക്കണമെന്നൊരാഗ്രഹം, ദളിത് മുഖമായി നയിക്കണമെന്നൊരാഗ്രഹം കൊടിക്കുന്നിൽ സുരേഷ് മല്ലികാർജുൻ ഖാർഗെയെ നേരിട്ട് കണ്ട് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അതല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുന്ന പേര് ബെന്നി ബെഹനാനാണ്. കാരണം ഈ എ ഗ്രൂപ്പിന്റെ MLA മാർ 18 MLA മാരും KCക്ക് അനുകൂലമായി ഈ AICC നിരീക്ഷകർക്ക് മുൻപിൽ അവരുടെ നിലപാട് പ്രകടിപ്പിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം AICC അധ്യക്ഷനായി എ ഗ്രൂപ്പിന്റെ നേതാവായിട്ടുള്ള ബെന്നി ബെഹനാനെ കൊണ്ടുവരുമെന്ന ഉറപ്പിന്റെ പുറത്താണ് ഉണ്ടായിരുന്നത്. ഇനി അതല്ല, ഇപ്പോൾ സ്വാഭാവികമായി ഇനി സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാമുദായിക പ്രാതിനിധ്യം എന്നുള്ളത് കൃത്യമായി കോൺഗ്രസ് UDF എപ്പോൾ അധികാരത്തിൽ വരുമ്പോഴും നോക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ക്രിസ്തീയ സമുദായത്തിലുള്ള ആളുകൾ ഇപ്പോൾ പ്രധാനമായും പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്തീയ സമുദായത്തിലുള്ള ആളുകളിൽ മന്ത്രിമാർ കൂടുതൽ പേർ വരുന്നു എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കേരള കോൺഗ്രസിന്റെ 2 മന്ത്രിമാർ, ഒപ്പം തന്നെ ഈ സണ്ണി ജോസഫ്, കൂടാതെ CP ജോൺ മറ്റൊരു മന്ത്രിയായി വരുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ക്രിസ്തീയ വിഭാഗത്തിലുള്ള മന്ത്രിമാർ വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റൊരു വിഭാഗത്തിൽ നിന്നും KPCC അധ്യക്ഷൻ വരാനുള്ള സാഹചര്യവുമുണ്ട്. അത് കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമാവുന്ന മറ്റൊരു ഘടകമാണ്. അതല്ലെങ്കിൽ ഷാഫി പറമ്പിൽ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായി 70 നിയോജക മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സ്റ്റാർ ക്യാമ്പയിനറായി ഓടി നടന്ന് എല്ലായിടത്തും ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചിരുന്ന ഷാഫി പറമ്പിൽ അദ്ദേഹവും KPCC അധ്യക്ഷനായി വരാനുള്ള ഒരു സാഹചര്യമാണ്. മന്ത്രിസഭ ഒരു തീരുമാനമെടുത്ത് മന്ത്രിമാർ ആരൊക്കെയെന്ന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാലും കോൺഗ്രസിനെ സംബന്ധിച്ച് അടുത്ത് വരുന്ന തലവേദന എന്ന് പറയുന്നത് KPCC അധ്യക്ഷൻ ആര് എന്ന ചർച്ചയാണ്. അത് കഴിഞ്ഞ് വരുന്ന തലവേദന എന്ന് പറയുന്നത് DCC അധ്യക്ഷന്മാരായിട്ടുള്ള 5 പേരെ മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ 5 പേരെ മാറ്റുമ്പോൾ പുതിയ DCC അധ്യക്ഷന്മാർക്ക് വേണ്ടിയുള്ള കടിപിടി ഉണ്ടാകും. സ്വാഭാവികമായും ഗ്രൂപ്പ് ബലാബലങ്ങൾ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ഈ KPCC പുനഃസംഘടന ഇപ്പോൾ ഏതാനും വർഷങ്ങളായി VM സുധീരൻ KPCC അധ്യക്ഷനായതിനു ശേഷം KPCCയുടെ ഒരു കാര്യക്ഷമമായ ഒരു പുനഃസംഘടന അതിനുശേഷം ഇതുവരെ നടന്നിട്ടില്ല. ഇനിയിപ്പോൾ ഭരണം വന്നതിന് ശേഷം നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ KPCC സെക്രട്ടറിമാരാകാനും ജനറൽ സെക്രട്ടറിമാരാകാനും ഒക്കെയുള്ള ഒരു ഗ്രൂപ്പ് ബലാബലവും പോരും വാക്തർക്കവും ഒക്കെ നമുക്ക് വീണ്ടും കാണാൻ കഴിയും. കാരണം കോൺഗ്രസിന്റെ ഈ ഗ്രൂപ്പ് പോര് എന്ന് പറയുന്ന ആ ഒരു വിരുത് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല പുതിയ UDF ഭരണത്തിലും എന്ന സൂചനകളാണ് ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത്. MS എന്തായാലും VD സതീശന്റെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലായിരിക്കുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നത്. ഒപ്പം തന്നെ സുധാകരൻ്റെ നിലപാട് എന്തായിരിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിനൊപ്പം താൻ നിൽക്കുമെന്നാണ് സുധാകരനും സൂചിപ്പിച്ചത്. എന്തായാലും ഒടുവിൽ ജനവികാരത്തിനൊപ്പം ഹൈക്കമാൻഡ് നിലകൊള്ളുന്നു എന്നുള്ള രീതിയിലാണ് ടീം UDFിൻ്റെ ക്യാപ്റ്റനായി മുഖ്യമന്ത്രി പദത്തിലേക്ക് VD സതീശൻ വരുന്ന ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാക്യമായിട്ട് വരുന്നത്. പട നയിച്ചവൻ നായകനായി തന്നെ തുടരും എന്നുള്ള രീതിയിൽ വരുന്നു. അതുകൊണ്ട് പട നയിച്ചവനായിരിക്കും ഇനി കേരളം ഭരിക്കുക എന്നുള്ളത് അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നു. VD സതീശനെ സംബന്ധിച്ചിട്ട് ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു, ഏറെ വഴിത്തിരിവുകൾ നിറഞ്ഞതായിരുന്നു VD സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ്റെ വ്യക്തിജീവിതവും രാഷ്ട്രീയ ജീവിതവും. KSUവിലും യൂത്ത് കോൺഗ്രസിലുമെല്ലാം വലിയ രീതിയിൽ തിളക്കമുള്ളൊരു നക്ഷത്രമായിട്ട് അദ്ദേഹം മുന്നേറിയെങ്കിലും പല ഘട്ടങ്ങളിലും അർഹമായിട്ടുള്ള പദവികൾ, പ്രത്യേകിച്ചും KSU യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവികളൊക്കെ 2011 ഉറപ്പിച്ച മന്ത്രിസ്ഥാനവും ഒക്കെ അദ്ദേഹത്തിന് നഷ്ടമായ ചരിത്രമുണ്ട്. 2011 മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അത് ലഭിക്കാത്തതിൽ തനിക്ക് വലിയ വിഷമമുണ്ടായി എന്ന് VD സതീശൻ തന്നെ പിന്നീട് പറയുകയുണ്ടായി. അതേസമയത്ത് ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് KC വേണുഗോപാൽ ഈ തീരുമാനത്തെ VD സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ച ആ പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്നുവെന്ന് തുറന്ന മനസ്സോടുകൂടി KC വേണുഗോപാൽ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും അവിടെ KC പക്ഷത്തിൻ്റേതായിട്ടുള്ള ചില വാർത്തകൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നു. അത് VD സതീശന് വേണ്ടി ഒരു മുറവിളി സൃഷ്ടിക്കപ്പെട്ടു, വ്യാജമായ ഒരു പൊതുബോധം അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് തുറന്നടിക്കുന്ന രീതിയിൽ KC പക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില വിമർശനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. KC വേണുഗോപാലിനെതിരെ മനഃപൂർവ്വം വ്യാപകമായിട്ടുള്ള പ്രചാരണം ഉണ്ടായി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പിന്നിൽ ഒരു കേന്ദ്രം പ്രവർത്തിച്ചു എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും KC വേണുഗോപാൽ
ഹൈക്കമാൻഡിനെയും കോൺഗ്രസിൻ്റെ ഉന്നതാധികാര സമിതിയെയും പ്രതിനിധീകരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കും പാർട്ടിയെ അച്ചടക്കമുള്ള ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് കാണുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള നിലയ്ക്ക് ചിരിച്ചുകൊണ്ട് പ്രതികരിച്ച് പിൻവാങ്ങിയെങ്കിൽ പോലും KCയെ അനുകൂലിക്കുന്ന പക്ഷം വളരെ കൃത്യമായിട്ട് തങ്ങളുടെ അമർഷം തുറന്നടിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നുണ്ട്. ആ രീതിയിലാണ് അവരുടെ വാക്കുകൾ വരുന്നത്. സതീശന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒരു മുറവിളി സൃഷ്ടിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, സതീശനാണ് പടനയിക്കേണ്ടത് എന്നുള്ള ഒരു പൊതുബോധം നിർമ്മിച്ചു. ആ പൊതുബോധം വ്യാജമായിട്ട് നിർമ്മിച്ചതാണ് എന്നുള്ള നിലയ്ക്ക് KC പക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിമർശനം ഇപ്പോൾ ശക്തമായിട്ടൊരു ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ KCക്കെതിരെ വ്യാപകമായ പ്രചാരണമുണ്ടായി എന്ന് സൂചിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള വിമർശനം വരുന്നു. ഇതിൻ്റെ എല്ലാം പിറകിൽ ഒരു പ്രത്യേക കേന്ദ്രം പ്രവർത്തിച്ചു എന്നാണ് KC പക്ഷത്തെ അനുകൂലിക്കുന്നവർ തുറന്നടിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും VD സതീശനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഈ മുഖ്യമന്ത്രി പദം അത് ദൈവികമായൊരു നിയോഗമാണെന്ന് അദ്ദേഹം പറയുന്നു. കാരണം 2011 മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അത് ലഭിക്കാതെ പോയതിൻ്റെ വിഷമം കൃത്യമായും പ്രകടിപ്പിച്ച വ്യക്തിത്വമായിരുന്നു VD സതീശൻ. പാർട്ടിയിൽ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗോഡ് ഫാദർമാർ ഇല്ലാതിരുന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തഴയപ്പെടലിൻ്റെ കാരണമെന്ന് എന്ന തോന്നൽ ഉണ്ടായി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ പല ഘട്ടങ്ങളിലും കപ്പിനും ചുണ്ടിനും ഇടയിൽ വഴുതിപ്പോയ സ്ഥാനമാനങ്ങളുടെയൊക്കെ ഒടുവിൽ കേരളത്തിൻ്റെ 16ാം മന്ത്രിസഭയുടെ കപ്പിത്താൻ പദവി VD സതീശനെ തേടിയെത്തിയിരിക്കുന്നു. UDFനെ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ രാഷ്ട്രീയമായ വനവാസത്തിന് പോകും എന്ന് കൃത്യമായും പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനം കൂടി ഒരുപക്ഷെ UDFൻ്റെ വിജയത്തിന് കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ള വിശകലനവും വന്നിരുന്നു. എന്തായാലും അടിത്തട്ടിൽ ഗ്രൗണ്ട് ലെവലിൽ നിലവിലെ രാഷ്ട്രീയ അടിത്തറയെല്ലാം ഒരുക്കി മുന്നൊരുക്കം നടത്തിയാണ് ആത്മവിശ്വാസത്തോടെ അന്ന് അദ്ദേഹം ആ പ്രഖ്യാപനം നടത്തിയത്. 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്നും 1 ഡസനോളം മന്ത്രിമാർ ഇത്തവണ തോൽക്കുമെന്നും പ്രഖ്യാപിച്ചത് VD സതീശനായിരുന്നു. ആ വാക്കുകളിൽ അത്രമേൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു. ആ ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഇത്തവണ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പണിയെടുത്തത് എന്നുള്ള നിലയ്ക്ക് വിശദീകരിച്ചാലും വിശകലനം നടത്തിയാലും അതിൽ തെറ്റ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞ ഓരോ വാക്കും മെയ് 4-ാം തീയതി ഫലം വന്നപ്പോൾ കൃത്യമായിട്ട് പ്രവചിച്ചതുപോലെ വരികയുണ്ടായി. ആ സന്ദർഭത്തിലാണ് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് ഓരോരുത്തരും VD സതീശനെ ഉറപ്പിക്കുന്ന രീതിയിലേക്ക് വന്നത്. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചില കുഴഞ്ഞുമറിയലുകൾ സംഭവിച്ചത്. എന്തായാലും VD സതീശനൊപ്പം രമേശ് ചെന്നിത്തലയുടെയും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ള KC വേണുഗോപാലിൻ്റെയും ഒക്കെ പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരികയുണ്ടായി. അതോടുകൂടിയാണ് സംസ്ഥാനത്ത് ഓരോരുത്തരെയും പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഫ്ലക്സ് യുദ്ധം പ്രവർത്തകർ ആരംഭിച്ചത്. 102 സീറ്റ് നേടി അധികാരത്തിലേറിയ കോൺഗ്രസ്സുകാരെ നോക്കി നാട്ടുകാർ കളിയാക്കാൻ അത് മാത്രം മതിയായിരുന്നു. ആ കളിയാക്കലിൻ്റെ അമർഷം ഇന്ന് ഉച്ചവരെയും തുടർന്നിരുന്നു. അതിനുശേഷമാണ് അപ്രതീക്ഷിതമായിട്ട് അതിനെല്ലാം ഒരു പരിസമാപ്തിയായിട്ട് VD സതീശൻ ആണ് കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്കുള്ള പ്രഖ്യാപനം വന്നത്. ആ പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയായി ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് VD സതീശൻ്റെ പറവൂരിലെ ദേശം ഭാഗത്തെ വീട്ടിൽ, തിരുവനന്തപുരത്ത് കന്റോൺമെൻറ്റ് ഹൗസിൻ്റെ മുന്നിൽ ഒക്കെ VD സതീശൻ്റെ അനുഭാവികളുടെ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം സംസ്ഥാന വ്യാപകമായിട്ടും പലയിടങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് KCക്ക് വേണ്ടിയും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും വച്ച പ്രധാനപ്പെട്ട ഫ്ലക്സുകളൊക്കെ പതുക്കെ എടുത്തു മാറ്റുക എന്നുള്ളതാണ്.